ഇങ്ങനെ ഒരു മാസത്തേക്ക് പശുവിൻ പാല് കേടാകാതെ സൂക്ഷിക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പം എല്ലാവർക്കും വീടിനടുത്തൊന്നും പശുവിൻ പാല് കിട്ടണമെന്നില്ല, എല്ലാ വീട്ടിലും കറവ ഉണ്ടാവണമെന്നില്ല. അന്നേരം നമ്മൾ മിൽമ പാലാണല്ലോ ഉപയോഗിക്കുന്നത്. മിൽമ പാൽ അത്രയ്ക്ക് നല്ലതല്ല. അതില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്ക് കൊടുക്കാനായാലും അത്ര നല്ലതല്ല മിൽമ പാൽ. അപ്പം പശുവിൻ പാലാണെങ്കിൽ എല്ലാവരും പൊതുവെ പറയുന്നുണ്ട് പശുവിൻ പാൽ ദൂരെ നിന്ന് കൊണ്ടുവരണം. സൊസൈറ്റി പാലൊക്കെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നും പോയി കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായാലും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊണ്ടുവന്ന് വെച്ചാൽ തന്നെ കേടാവുന്നുണ്ട്. നമുക്ക് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച വരെയൊക്കെ സൂക്ഷിക്കാൻ പറ്റും, അത് കഴിഞ്ഞാൽ കേടാവുന്നൊക്കെ. പക്ഷെ നമ്മൾക്ക് ഒരു മാസത്തിൽ കൂടുതൽ എങ്ങനെ പാല് സൂക്ഷിച്ച് വെക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് സൊസൈറ്റിയൊക്കെ കുറച്ച് ദൂരെയാണെങ്കിൽ നമുക്ക് വല്ലപ്പോഴും, അഥവാ മാസത്തിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ 2 പ്രാവശ്യമോ വരെ അത്രയും പോകാനേ പറ്റുന്നുള്ളൂവെങ്കിൽ ഇതുപോലെ കുറച്ച് ബോട്ടിൽസ്, ഒരു 5-6 ബോട്ടിൽസ് ഒരുമിച്ച് കൊണ്ടുവരാം. കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇത് തിളപ്പിക്കരുത്. തിളപ്പിച്ചിട്ടല്ല അത് സൂക്ഷിക്കേണ്ടത്. തിളപ്പിച്ചിട്ട് നമ്മൾ പാല് സൂക്ഷിച്ച് വെച്ചാൽ പെട്ടെന്ന് കേടാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സൂക്ഷിക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരുപാട് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാനും ബുദ്ധിമുട്ടാണ്, നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല, ഒരു ബോട്ടിൽ പാലൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഉപയോഗിച്ച് തിരിച്ച് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചാലും അത് കേടാവും. പിന്നെ നേരത്തെ ഫ്രീസറിൽ നിന്ന് ബോട്ടിൽ പുറത്തെടുക്കേണ്ടി വരും. അപ്പോൾ നേരത്തെ പുറത്തെടുത്ത് വെച്ച് ആ ഫ്രീസറിൽ വെച്ച ബോട്ടിലിൻ്റെ ഐസ് മുഴുവനും പോയതിന് ശേഷം, അത് മാത്രമല്ല ഓരോ ആൾക്കാരും ഓരോ സമയത്തായിരിക്കും ചായ കുടിക്കുന്നതും പാല് കുടിക്കുന്നതൊക്കെ. അന്നേരം അത് അധികം ദിവസം ഇരിക്കില്ല, ഈ പാല് പെട്ടെന്ന് തന്നെ ചീത്തയായിപ്പോവും. അതിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം ഞാൻ ഐസ് ട്രേയിൽ ഇപ്പോൾ കുറച്ച് പാലൊഴിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഇതുപോലെയുള്ള, ഞാൻ ഇഡ്ഡലിക്ക് ഉണ്ടാകുന്ന ഇവിടെ എടുത്തിട്ടുള്ളത്, അതുപോലെയുള്ള പാത്രത്തിൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ നമുക്ക് ഏത് അളവാണോ വേണ്ടത് ആ തരത്തിലുള്ള പാത്രം എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതുപോലെ ആയാലും ഞങ്ങൾക്ക് രാവിലെ 2 പേർക്ക് ചായ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു പാത്രത്തിലുള്ള പാലും മതിയാവും. അതുപോലെ നിങ്ങളും അതുപോലെ 2-3 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം എത്ര വേണ്ടിയത്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ ആ അളവിന് തന്നെ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ എത്ര ആണോ കുട്ടികൾക്ക് വേണ്ട അതുപോലെ അത്രയും സ്റ്റീൽ ഗ്ലാസ്സിൽ നമുക്ക് ഒഴിച്ച് വെക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കാം. 4 മണിക്കൂർ വരെ ഫ്രീസ് ചെയ്താൽ മതി. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഇത് ഐസ് ക്യൂബ്സ് ആക്കി മാറ്റാം. എല്ലാം നമുക്ക് ഒരുമിച്ച് തന്നെ ഐസ് ക്യൂബ്സ് ആക്കി മാറ്റാൻ പറ്റില്ല. അന്നേരം നമ്മളിത് ഐസ് ക്യൂബ്സ് ഓരോന്നായി മാറ്റി ഇത് നമ്മൾ ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് മാറ്റാം. അതിന് ശേഷം വീണ്ടും നമുക്കിതിലൊഴിച്ച് ക്യൂബ്സ് ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് എത്ര ബോട്ടിൽസ് വേണമെങ്കിലും ഇതുപോലെ ക്യൂബ്സ് ആക്കി എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ഇന്ന് കൊണ്ടുവന്നു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പാല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളത് ഫ്രീസറിൽ വെക്കുമ്പോഴും നോക്കണം. ആദ്യം വെക്കുന്നത് ഒരു സൈഡിൽ നിന്ന് തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഒരറ്റത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ നമ്മൾ എടുത്ത് തീർക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൽ ഡേറ്റോ എഴുതി വെക്കണം, നമ്പേഴ്സോ എന്തെങ്കിലും എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ മുന്നേ കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് ബാക്കിയുള്ളതാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് കണ്ടോ, ഒരിക്കലും തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് തോന്നില്ല ഇതുപോലെ ഐസാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എടുക്കുമ്പം ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് ഉണ്ടാക്കിയതാണ്. അപ്പം ഞാൻ രാവിലെ ഇതിൽ നിന്നും ഒരു 2 എണ്ണം എടുത്ത് ഇതുപോലെ മാറ്റി വെക്കും. നമ്മൾ കുറച്ച് സമയം മാറ്റി വെച്ചാൽ തന്നെ അത് ഐസ് പോയി പാലാവുന്നതാണ്. അഥവാ നമുക്ക് അങ്ങനെ സമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ച് നമ്മൾ അടുപ്പിൽ വെച്ചാൽ മതി. ഞാനെങ്ങനെ വെച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെ ഇതിൽ നിന്നും ഒരു 2 എത്ര എണ്ണം നമുക്ക് വേണ്ട, ഒരു 2-3 വേണ്ടുന്ന എടുത്ത് പുറത്ത് വെക്കാറാണ്. പിന്നെ വീണ്ടും അതേപോലെ ബാക്കിയുള്ളത് എടുത്ത് വെക്കും. ഇത് കണ്ടോ, നിങ്ങൾ ഒട്ടും പിടിക്കില്ല കേട്ടോ. നമുക്ക് മെല്ലെ തന്നെ വലിച്ചാൽ മതി, എടുക്കാൻ പറ്റും. നല്ല സുഖമായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വേണ്ടത് നമ്മൾ ആ ഗ്ലാസ്സിലാക്കി കുറച്ച് വേറെ തന്നെ ഒരു പാക്കറ്റിലാക്കി വെച്ചാൽ അവർക്ക് വേണ്ടത് മാത്രം ആ പാക്കറ്റിൽ നിന്ന് 1-2 എത്ര വേണ്ട വെച്ചാൽ അതുപോലെ എടുക്കാം. പിന്നെ ഞാൻ അധികവും ചായയും കാപ്പിയൊക്കെ ഉണ്ടാക്കാനാണ് ഈ ചെറിയ ക്യൂബ്സ് എടുക്കാറ്. വലുത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എടുത്താൽ മതിയല്ലോ കുട്ടികൾക്ക് കൊടുക്കാൻ. 1-2 എത്രയെന്ന് വെച്ചാൽ എടുക്കാമല്ലോ. ഇതിപ്പോൾ ചെറിയ ക്യൂബ്സ് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ ക്യൂബ്സ് എടുക്കുന്നതിൽ നമുക്ക് 1-2 പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമുക്ക് ചായക്ക് എത്ര ക്യൂബ്സ് വേണമെന്നുള്ളത്. ഇപ്പോൾ ഇത് ഞാൻ മുമ്പേത്തത് മുഴുവനായും തന്നെ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇന്ന് കൊണ്ടുവന്നത് ഞാൻ ക്യൂബ്സ് ആക്കി മാറ്റിയിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ എനിക്ക് ഇത്രയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതങ്ങനെയൊന്നും ഐസൊന്നും ആയി കിട്ടിയിട്ടില്ല. മെല്ലെ എനിക്കെല്ലാം എടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന പാക്കറ്റ് പാലൊക്കെ അത്ര നല്ലതല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് എല്ലാവരും പാക്കറ്റ് പാലൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ.
ആർക്കും അടുത്തൊന്നും സൊസൈറ്റി ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പം നമുക്കത് മാത്രമല്ലേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ വീടിനടുത്ത് കറവയുണ്ടെങ്കിൽ ദിവസവും പാല് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇങ്ങനെ സൂക്ഷിക്കണം എന്നൊന്നുമില്ല, അത് കിട്ടാത്തവർക്കാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിതാ അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഒന്ന് മൂടി വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും. അതിന് ശേഷം നമുക്ക് കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിച്ചാൽ മതിയിട്ട്. ഞാനിവിടെ നാടൻ കാപ്പിയാണ് ഉണ്ടാക്കുന്നുള്ളത്. പിന്നെ നിങ്ങളിത് ചെയ്യുമ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരിക്കലും തിളപ്പിച്ച പാലല്ല കേട്ടോ ഫ്രീസ് ചെയ്യേണ്ടത്. പാല് തിളപ്പിച്ച് ഫ്രീസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കേടാവും. നമ്മൾ തിളപ്പിക്കാതെയാണ് പാല് ഫ്രീസ് ചെയ്ത് വെക്കേണ്ടത്. അപ്പം ഇതുപോലെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 3 ആഴ്ച വരെയൊക്കെ കേടാകാതിരിക്കും. കാരണം നമ്മളിത് പുറത്തെടുത്ത് വെക്കുന്നില്ലല്ലോ, ആവശ്യത്തിനുള്ളത് മാത്രമല്ലേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് 3 ആഴ്ച മാക്സിമം പോയാൽ 1 മാസം വരെയൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ സൂക്ഷിച്ച്. അപ്പം നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.